അധ്യായം 19. ക്ലാവ്. കുഞ്ഞൻ കാരണവർ മരിച്ച് 13-ാം പക്കമാണ് പൊന്മണി തിരിച്ചെത്തിയത്. ആരോടും ഒന്നും മിണ്ടാതെ അവൻ കുഞ്ഞൻ കാരണവരുടെ കുഴിമാടത്തിനരികിൽ കുറെ നേരം കുത്തിയിരുന്നു. അവിടുന്ന് എഴുന്നേറ്റ് കണ്ണ് കലങ്ങി ചുണ്ടു വിറച്ച് ചോദിച്ചു, എൻ്റെ മുത്തപ്പൻ തന്തേനെ അവർ കൊന്നു അല്ലേ? പൊന്മണിയുടെ കോപത്തിന് എരിവ് കയറ്റിക്കൊടുക്കാൻ പക്ഷേ അവൻ്റെ കുടുംബക്കാർ തയ്യാറായിരുന്നില്ല. വേണ്ടാത്തത് പറയണ്ട പൊന്മണിയെ, ഇവിടെ ആരും ആരെയും കൊന്നിട്ടൊന്നുമില്ല. വെറുതെ എന്തിനാ എഴുതാപ്പുറം വായിക്കണേ? 100 വയസ്സായ തന്ത പെരണ്ട് വീണ് ചത്തേന് വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്ക. അതിനേക്കാളും വലിയ എരിച്ചിലും പുകച്ചിലും വേറെ ഉണ്ടായിരുന്നു കുടുംബക്കാരുടെ മനസ്സിൽ. അത് തമ്പുരാനെ ചൊല്ലിയുള്ളതായിരുന്നു. പൊന്മണിയുടെ മാത്രമല്ല, ആദിയിലെ മുഴുവൻ ആളുകളുടെ ഉള്ളിലും അത് തീ പോലെ കത്തിപ്പടർന്നുകൊണ്ടിരുന്നു. പാടത്തും പറമ്പിലും കടവത്തും വെള്ളത്തിലുമൊക്കെ അതുതന്നെയായിരുന്നു സംസാരം. പൊന്മണി വരാൻ കാത്തു നിൽക്കുകയായിരുന്നു കുഞ്ഞുകുട്ടനും മറ്റു ചെറുപ്പക്കാരും. കാരണവരുടെ കുഴിമാടത്തിൽ നിന്നു തന്നെ പൊന്മണിയെ അവർ കൂട്ടിക്കൊണ്ടുപോയി. ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ട് പോടാ, പൊന്മണിയുടെ അമ്മ വിളിച്ചു പറഞ്ഞു. ഇപ്പ വരാം, തിരിഞ്ഞു നോക്കാതെ അവൻ പറഞ്ഞു. നെഞ്ചത്ത് കയ്യും വെച്ച് അമ്മ അവൻ്റെ പോക്കും നോക്കി നിന്നു. തമ്പുരാന്റെ കൊട്ടിൽ നിന്നിരുന്ന പൂപ്പരുത്തിക്കാട്ടിൽ അസാധാരണമായൊരു ചൈതന്യമുണ്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. പ്രശ്നം വെച്ചാണ് കണ്ടുപിടിച്ചത്. അത് പക്ഷേ തമ്പുരാന്റെ ചൈതന്യമല്ല, ദേവഗണത്തിന്റെ സാന്നിധ്യമാണ് കാണുന്നത്. തമ്പുരാൻ ദേവഗണമല്ല. അതുകൊണ്ട് ആളുകൾ അമ്പുവിനോട് കയർത്തു. അമ്പുവാണ് പ്രശ്നം വെച്ചു നോക്കാനുള്ള ആളുകളെയും കൊണ്ടുവന്നത്. പ്രശ്നത്തിൽ കണ്ടതുപോലെ പ്രതിഷ്ഠ നടത്തണം, മുറയ്ക്ക് പൂജ ഉണ്ടാവണം. നീ ആരാധക്ക് നിശ്ചയിക്കാൻ? അമ്പു ആരോ ആയിക്കൊള്ളട്ടെ, അവൻ്റെ പിന്നിലുള്ളത് കുമാരനാണ്. ടെന്റിരിക്കുന്ന സ്ഥലവും അമ്പുവിൻ്റെയും പ്രകാശന്റെയും നിലങ്ങളും സർക്കാർ വക ഭൂമിയും കൂട്ടി ഒന്നിച്ചളന്ന് ചരടുകെട്ടി വേർതിരിച്ച് മതിലു പണിയാൻ പോകുകയാണ് കുമാരൻ. സർക്കാരിന് വിരോധമില്ല, അമ്പുവിന് വിരോധമില്ല, ടെന്റിലുള്ളവർക്കും വിരോധമില്ല. പള്ളി വേണോ, അമ്പലം വേണോ, തമ്പുരാൻ വേണോ, ചെകുത്താൻ വേണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഇപ്പോൾ കുമാരനുണ്ട്. അവന് കരുത്തും കഴിവുമുണ്ട്, പണവുമുണ്ട്. അമ്പു വെറും മര്യാദയുടെ പേരിൽ എല്ലാവരോടും ഇതൊക്കെ പറയുന്നു എന്ന് മാത്രം. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ആദിയിലെ വെള്ളം ചുവക്കുമെന്ന് പൊന്മണി പരസ്യ പ്രസ്താവന നടത്തി. കടവത്ത് ആളുകൂടി നിൽക്കുമ്പോഴാണ് അവനത് പറഞ്ഞത്. കൂടെ കുഞ്ഞൂട്ടനും മറ്റു ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന 10-20 കരുത്തന്മാർ. അങ്ങനെയൊന്നും സംഭവിക്കില്ല, ദിനകരൻ സമാധാനിപ്പിച്ചു. സംഭവിച്ചാലോ? പൊന്മണി ചോദിച്ചു. നമുക്ക് നിയമത്തിന്റെ വഴിയുണ്ട്. ആദിക്ക് ആദിയുടേതായ നിയമമുണ്ട്. പക്ഷേ കുമാരൻ അതിനു പുറത്താണ്. പൊന്മണി ചിരിച്ചു. കുമാരനോട് നിയമം കളിച്ച് ജയിക്കാനോ? ദിനകരൻ പറഞ്ഞു. കുമാരൻ കളിക്കുന്ന നിയമം കൊണ്ട് തന്നെ നമുക്കും കളിക്കാം, ആരും തടയില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞിട്ട് നിയമത്തിന്റെ പിന്നാലെ പോകുന്നതിൽ എന്തർത്ഥമാണുള്ളത്? സംഭവിക്കാതെ നോക്കണം. ദിനകരന്റെ വഴി പൊന്മണിക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. നിന്റെ വഴി ശരിയാണെന്ന അഭിപ്രായം എനിക്കുമില്ല, ദിനകരൻ പറഞ്ഞു. അതിന് പൊന്മണി ഒരു മറുപടിയും പറഞ്ഞില്ല. വേണ്ടാത്തതിന് പോണ്ട പൊന്മണിയെ, സ്ത്രീകൾ പൊന്മണിയെ ഉപദേശിച്ചു. ചെറുപ്പക്കാരുടെ ചോരത്തിളപ്പ് അപകടത്തിലേ അവസാനിക്കൂ എന്നവർ ഭയന്നു. അതേസമയം തമ്പുരാൻ അവരുടെ ഉള്ളിലെ തീയായി ആളിപ്പടരുന്നുമുണ്ടായിരുന്നു. അന്തിയാവുമ്പോൾ ഒരു തിരിവെക്കാനുള്ള എണ്ണയും കൊണ്ടുപോവാൻ ഒരിടം ഇല്ലാണ്ടായില്ലേ നമുക്ക്? അവർ പരസ്പരം പറഞ്ഞു. വിഷാദമോ ഭീതിയോ എന്നറിയാത്ത ഒരനുഭവം അവരെ പിടികൂടി. എരിതീയിൽ എണ്ണ കോരിയൊഴിക്കും പോലെ മറ്റൊരു വാർത്ത കൂടി ആദിയിൽ പരന്നു. അമ്പലം കെട്ടിയാലും തമ്പുരാനെ അമ്പലത്തിനുള്ളിൽ ഇരുത്തില്ല. പുറത്ത് പ്രദക്ഷിണ വഴിയുടെയും അപ്പുറത്ത് മതിലോരം ചേർന്ന് ഒരിടം തമ്പുരാന് വേണ്ടി കണ്ടെത്തും. അകത്ത് കടന്ന് ദേവനെ തൊഴുത ശേഷം പുറത്തെത്തി തമ്പുരാന് തിരിവെക്കാം. ആദിയെ ഇളക്കി മറിക്കാൻ പോന്നതായിരുന്നു ആ വാർത്ത. അവർ ദേശം വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചു.
കുഞ്ഞൻ കാരണവരുടെ മരണത്തിനു ശേഷം കാരണവരാകുന്നത് തുരുത്തിൽ പാർക്കുന്ന കണ്ണേട്ടനാണ്. കണ്ണേട്ടന്റെ ആദ്യത്തെ ദേശം കൂടലാണ്. അത് സംഭവിക്കാൻ പാടില്ല. തമ്പുരാനിരുന്ന സ്ഥലത്ത് തന്നെ തമ്പുരാനെ ഇരുത്തണം. എല്ലാവരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടു. അമ്പു എന്തു പറയുന്നു? ദേശക്കാരണവർ ചോദിച്ചു. ഞാൻ എന്ത് പറയാനാ, ദേശത്തിന് നല്ലത് വരാനാ കുമാരേട്ടൻ ഇതൊക്കെ ചെയ്യണേ. പിന്നെ കുമാരേട്ടന്റെ സ്ഥലത്ത് എന്തെങ്കിലും ചെയ്യണേന് നമുക്കാർക്കെങ്കിലും വല്ലതും പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. പൊന്മണിയുടെ ദൃഢസ്വരം. ആകെ തർക്കത്തിലും ബഹളത്തിലുമാണ് ആ ദേശം കൂടൽ അവസാനിച്ചത്. രണ്ടു കൂട്ടരും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ആദിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു അങ്ങനെയൊരു സംഭവം. താൻ ദേശക്കാരണവരായ ശേഷം ആദ്യമുണ്ടായ ദേശം കൂടൽ ഇങ്ങനെയായതിൽ കണ്ണേട്ടൻ വളരെ അസ്വസ്ഥനായി. പിന്നെന്തോ കുറെ ദിവസത്തേക്ക് അമ്പലം പണിയുന്നവന്റെയോ മതിലു കെട്ടുന്നതിൻ്റെയോ ഒന്നും വർത്തമാനം ആദിയിൽ കേട്ടില്ല. അമ്പുവും പ്രകാശനും പലപ്പോഴും ആദിയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ കുമാരന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി ഒരു കൂട്ടം ചെറുപ്പക്കാർ ആദിയിൽ വളർന്നു വരുന്നുണ്ടായിരുന്നു. ഗണേശ സുബ്രഹ്മണ്യത്തിന്റെ സ്ഥലത്തുള്ള വലിയ വിളവെടുപ്പ് അക്കൊല്ലം ഉണ്ടായില്ലെങ്കിലും ഒറ്റയ്ക്ക് പണിത നിലങ്ങളിലെ വിളവ് ഒട്ടും മോശമായിരുന്നില്ല. കുഞ്ഞിമാധുവിന്റെ ചതുപ്പ് നിലമാണ് അവസാനം കൊയ്തത്. വെള്ളത്തിനുമീതെ തല ചായച്ചു കിടന്നത് നല്ല മണിക്കനമുള്ള കതിരുകളായിരുന്നു. കൊയ്ത്തും മെതിയും കഴിഞ്ഞ് ജീവിതം പതിഞ്ഞ താളത്തിലേക്ക് വീഴുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം അസാധാരണ സംഭവങ്ങൾ അരങ്ങേറാൻ തുടങ്ങി. കടത്തിറങ്ങി ഒരുപാട് ആളുകൾ വരുന്നു. തമ്പുരാന്റെ പൂപ്പരുത്തിക്കാടിനു ചുറ്റും പോലീസ് കാവൽ നിൽക്കുന്നു. കൊട്ടുകാരും വാദ്യക്കാരും വഞ്ചിയിറങ്ങി വരുന്നു. തമ്പുരാന്റെ കൊട്ടിൽ നിന്നിരുന്ന സ്ഥലം ചരടുകെട്ടി തിരിച്ച് അലങ്കാരങ്ങളും കൊടിതോരണങ്ങളും തൂക്കുന്നു. അമ്പുവും പ്രകാശനും ഇതിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഓടി നടക്കുന്നു. ക്ലാവ് പിടിച്ച പിച്ചള പാത്രങ്ങളെപ്പോലെ ആദിയിലെ കുട്ടികൾ ചരടുകൾക്കപ്പുറത്ത് കാഴ്ച കണ്ട് നിരന്നു നിന്നു. കാവൽ നിൽക്കുന്ന പോലീസുകാരുടെ മേൽ ഒരു കണ്ണ് വെച്ചുകൊണ്ടാണ് അവർ അവിടെ നിന്നത്. പോലീസുകാർ അവരുടെ പ്രസരിപ്പ് കെടുത്തി. ഉറക്കെ സംസാരിക്കുമ്പോൾ പോലും അവർ പോലീസുകാരെ ഒളികണ്ണിട്ട് നോക്കി. എന്തിനാ പോലീസുകാർ വന്നേക്കണേ? കുട്ടികൾ രഹസ്യമായി പരസ്പരം ചോദിച്ചു. ആർക്കും അറിയില്ല. ആർക്കും അറിയാത്ത ചില കാര്യങ്ങൾ പക്ഷേ ബാജിക്കറിയാം. ഇന്ന് വെടിവെപ്പുണ്ടാകും, അവൻ പറഞ്ഞു. വെടിവെപ്പോ? പോലീസ് വെടിവെപ്പ്? എന്തിന്? കുട്ടികൾ അല്പം ഭയത്തോടെ ബാജിക്ക് ചുറ്റും വട്ടം കൂടി നിന്നു. അവരുടെ തലകൾ കൂട്ടിമുട്ടി. സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് ബാജി വിവരിച്ചു. അമ്പുവേട്ടനും പ്രകാശേട്ടനും കൂടി സ്വർണം കൊണ്ട് തമ്പുരാന്റെ കൊട്ടിൽ പണിയും. ദിനകരേട്ടനും പൊന്മണി ഏട്ടനും കൂടി അത് തടയാൻ ചെല്ലും. പൊന്മണിയേട്ടൻ വാളുകൊണ്ട് ഈ ചരടൊക്കെ വെട്ടിമുറിച്ച് ഒറ്റച്ചാട്ടത്തിന് അകത്ത് കടക്കും. അമ്പുവേട്ടൻ ആ നിമിഷം തന്നെ പൊന്മണിയേട്ടനെ കത്രിക പൂട്ടിട്ട് പൂട്ടും. ദിനകരേട്ടൻ കുറെ സമാധാനം പറയാൻ നോക്കും. ആര് കേൾക്കാൻ? രണ്ടു കൂട്ടരും തമ്മിൽ പൊരിഞ്ഞ അടിയാകും. അപ്പോ പോലീസുകാർ തോക്കു ചൂണ്ടി ഒരലർച്ച. ഹാൻഡ്സ് അപ്പ്. ബാജി കുട്ടികളുടെ നേർക്ക് സങ്കല്പത്തോക്ക് ചൂണ്ടി. കുട്ടികളൊന്ന് ഞെട്ടി പിന്മാറുകയും അറിയാതെ കൈ പൊക്കി പിടിക്കുകയും ചെയ്തു. സ്റ്റാച്യു, ബാജി പറഞ്ഞു. കുട്ടികൾ പ്രതിമകളായി. ഒന്ന് പോടാ പുളുവടിക്കാതെ. ചോണനുറുമ്പ് പോലത്തെ ഒരു ചെക്കൻ ബാജിയെ കളിയാക്കി. വേണ്ട, വിശ്വസിക്കേണ്ട, എനിക്കൊരു നിർബന്ധവുമില്ല. വെടി പൊട്ടുമ്പോൾ പക്ഷേ ഞങ്ങളൊക്കെ ഓടി രക്ഷപ്പെടും. നീയോ? ചോണനുറുമ്പ് പോലത്തെ ചെക്കന് ഇടത്തെ കാലിന് സ്വാധീനക്കുറവുണ്ടായിരുന്നു. കുട്ടികൾ അവനെ കളിയാക്കി ചിരിച്ചു. ആ നിമിഷത്തിലാണ് ഉച്ചഭാഷിണിയിലൂടെ ഒരു പാട്ട് പൊട്ടിപ്പുറപ്പെട്ടത്. കുട്ടികൾ ആകെ ഇളകി. അവർ അതിരു ലംഘിച്ച് മുന്നോട്ടോടി. പോ പോ, ഒരു പോലീസുകാരൻ ലാത്തി കൊണ്ട് അവരെ പിന്നോട്ട് തന്നെ ഒതുക്കി. ഉച്ചഭാഷിണിയിൽ വശീകരിക്കപ്പെട്ട് കുട്ടികൾ അതിരുകൾക്കപ്പുറത്ത് ഒതുങ്ങി നിന്നു. സിദ്ധു മാത്രം അസ്വസ്ഥനായിരുന്നു. പോലീസുകാരന്റെ കയ്യിലെ തോക്ക് അവനെ ഭയപ്പെടുത്തി. നീ പറഞ്ഞത് നേരാ? അവൻ ബാജിയോട് ചോദിച്ചു. ടെന്റിലുള്ളവർ പറയണത് എൻ്റെ അപ്പൻ കേട്ടതാ. എന്തെങ്കിലും തടസ്സം ആരെങ്കിലും ഉണ്ടാക്കിയ അപ്പൊ വെടിവെക്കാനാ പോലീസിനെ കൊണ്ടുവന്നേക്കണേ. ആര്? ആ സിദ്ധു പിന്നെ അവിടെ നിന്നില്ല. കുട്ടികൾക്കിടയിലൂടെ അവർ പാഞ്ഞുപോയി. ദിനകരൻ ഇവിടെ വരാൻ പാടില്ല. സിദ്ധു സമ്മതിക്കില്ല.
ഉച്ചയോടെ അനേകം തോണികളിലായി കുമാരനും പരിവാരങ്ങളും ഒഴുകിയെത്തുന്ന വർണ്ണാഭമായ കാഴ്ച കൊണ്ട് കായൽ നിറഞ്ഞു കവിഞ്ഞു. മുന്നിലെ തോണി നിറയെ പൂത്താലമേന്തിയ പെണ്ണുങ്ങളായിരുന്നു. അവർ ചുറ്റുപാടും പൂക്കൾ വാരിയെറിഞ്ഞുകൊണ്ടിരുന്നു. ഓളങ്ങളിൽ ചാഞ്ചാടിയെത്തുന്ന പരിചയമില്ലാത്ത പൂക്കളിലേക്ക് നോക്കി കുട്ടികൾ അത്ഭുതപ്പെട്ടു. എന്തൊക്കെ നിറങ്ങൾ! പുറകിലെ 2 വഞ്ചികൾ നിറയെ പിന്നെയും പോലീസുകാരായിരുന്നു. കൈക്കുഞ്ഞുങ്ങളെ എടുത്ത് കാഴ്ച കണ്ടു നിന്ന സ്ത്രീകൾ പോലീസിനെ കണ്ട് തെങ്ങിന്റെയും പൊന്തയുടെയുമൊക്കെ മറയിലേക്ക് പതുങ്ങി. കുമാരൻ വഞ്ചിയിൽ നിന്നിറങ്ങിയതും കാതടപ്പിക്കുന്ന ഒച്ചയിൽ കതിനവിടികൾ മുഴങ്ങി. മരങ്ങളിലും പൊന്തക്കാടുകളിലും വയലുകളിലും കണ്ടലുകളിലും ധ്യാനനിമഗ്നരായിരുന്നിരുന്ന പക്ഷികൾ നടുക്കത്തോടെ ആകാശത്തേക്ക് കുതിച്ചു. ആകാശം ഇരുളുകയും ഭൂമി മങ്ങിപ്പോവുകയും ചെയ്തു. യുഗങ്ങളുടെ പഴക്കമുള്ള പ്രാചീനമായ മൗനം തകർക്കപ്പെട്ടു. പക്ഷികളുടെ നിലവിളികളും ചിറകടികളും കൊണ്ട് അന്തരീക്ഷം പ്രക്ഷുബ്ധമായി. വെള്ളത്തിൽ അത് പ്രതിബിംബിച്ചു. വെള്ള വസ്ത്രമുടുത്ത പുരോഹിതനായിരുന്നു ആർഭാടങ്ങൾക്ക് നടുവിൽ. സുഗന്ധദ്രവ്യങ്ങളുടെ പുക കൊണ്ടും മണിനാദങ്ങൾ കൊണ്ടും വാദ്യഘോഷങ്ങൾ കൊണ്ടും ആദിയുടെ അന്തരീക്ഷം വേറൊന്നായി മാറി. വഞ്ചി ഇറങ്ങിയ മുത്തുകുടകൾ നിവർന്ന് വർണ്ണം ചിതറി. നാളിതുവരെ ആദിയുടെ മണ്ണിൽ കേട്ടിട്ടില്ലാത്ത പഞ്ചവാദ്യം, വെടി, പടക്കങ്ങൾ, ശംഖുവിളികൾ. ആഘോഷപ്രവാഹത്തിന്റെ ഒത്തനടുക്ക് നിൽക്കണമെന്നായിരുന്നു ആദിയിലെ കുട്ടികളുടെ ആഗ്രഹം. എന്നാൽ ഒഴിഞ്ഞുമാറി ഒരു പുളിമരത്തിന്റെ ചോട്ടിൽ അവർ കാഴ്ച കണ്ടു നിന്നു. പുരോഹിതന്റെ തൊട്ടടുത്തു നിന്നത് കുമാരനാണ്. സ്ത്രീകൾ പൂക്കൾ വാരിയെറിഞ്ഞുകൊണ്ട് മുന്നിൽ നടന്നു. കുമാരൻ കൃതാർത്ഥനായി ചുറ്റും നോക്കി. കുമാരന്റെ പിന്നിലായിരുന്നു മജീഷ്യൻ. അയാൾ ഒരു ചുവന്ന തൊപ്പി വെച്ചിരുന്നു. ആൾത്തിരക്കിനിടയിൽ കുട്ടികൾ അയാളെ കണ്ടില്ലെങ്കിലും അയാൾ കുട്ടികളെ കാണുകയും കൈവീശി കാണിക്കുകയും ചെയ്തു. പിന്നെ കാണാം, അയാൾ ആംഗ്യം കാട്ടി. കുട്ടികൾക്കായി ചുവന്ന തൊപ്പിക്കുള്ളിൽ അയാൾ ഒരു വെള്ളമുയലിനെ പുറത്തു ചാടിച്ചു. ആളുകൾക്കിടയിലൂടെ പരക്കം പാഞ്ഞ് അത് കുട്ടികൾക്കടുത്തെത്തി. കുട്ടികളുടെ മുന്നിൽ നിന്ന് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി. അതിൻ്റെ പളുങ്കു കണ്ണുകളിൽ ദേഷ്യം പ്രതിബിംബിക്കുന്നത് കുട്ടികൾ കണ്ടു. കായൽ പരപ്പ്, കാറ്റിലാടുന്ന തെങ്ങോലകൾ, നീലാകാശം. ഘോഷയാത്രയ്ക്ക് സമാന്തരമായി വെള്ളമുയലിനെയും കയ്യിലെടുത്ത് പാടിക്കൊണ്ട് കുട്ടികൾ തുള്ളിച്ചാടി നടന്നു. നീലാകാശം പീലികൾ വീശും പച്ചത്തെങ്ങോല, തെളിഞ്ഞ മഞ്ഞ പൂങ്കിളിയാകെ ചുവന്ന റോസാപ്പൂ, തവിട്ടു പശുവിൻ വെളുത്ത പാൽ കുടിച്ചതിൽ പിന്നെ, കറുത്ത രാത്രിയിൽ ഈ വകയെല്ലാം ഓർത്തു കിടന്നു ഞാൻ. ഭ്രാന്ത് പിടിച്ച പോലെ വീടുകളിൽ കയറി ചെന്ന് പൊന്മണിയും കൂട്ടരും ആയുധങ്ങൾ പിടിച്ചു വാങ്ങുന്നു എന്ന് കേട്ട് ദിനകരനും മാർക്കോസും ഓടിയെത്തി. ശൈലജയുടെ വീട്ടിലായിരുന്നു അവർ. എന്തിനാ നിങ്ങളുടെ പുറപ്പാട്? അവർ പൊന്മണിയെ ശകാരിച്ചു. പുച്ഛത്തോടെയാണ് പൊന്മണി അവരെ നോക്കിയത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് തമ്പുരാനെ വേണം. എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങൾ വഴിന്ന് മാറ്, പൊന്മണി പറഞ്ഞു. ദിനകരൻ അവനെ ബലമായി തടഞ്ഞു. ഞാൻ പറയുന്നത് കേൾക്ക്. അവർക്ക് പക്ഷേ അവൻ പറഞ്ഞതൊന്നും കേൾക്കണ്ടായിരുന്നു. അവനാണ് ഈ കുഴപ്പങ്ങൾക്കൊക്കെ വഴിവെച്ചു കൊടുത്തത്. അവർ കുറ്റപ്പെടുത്തി. സ്ത്രീകൾ തമ്പുരാന്റെ കൊട്ടിൽ പൊളിച്ചത് വെറും വികാരപ്രകടനമായിരുന്നു. അവർ സ്വാർത്ഥമതികളാണ്. സ്വന്തം മക്കൾ ചാവരുത്, അവർക്ക് അത്രയേ ഉള്ളൂ. പക്ഷേ ദേശത്തിൻ്റെ കാര്യമാണ്, തമ്പുരാന്റെ കാര്യമാണ്. ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാർ ആയുധമെടുത്ത് കളിച്ചെന്ന് വരും. അത് അവർക്ക് ചങ്കൂറ്റമുള്ളതുകൊണ്ടാണ്, ചാവാൻ പേടിയില്ലാത്തതുകൊണ്ടാണ്, ആദിയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ദിനകരൻ എന്താണ് ചെയ്തത്? തമ്പുരാന്റെ കൊട്ടിൽ കാത്തു സൂക്ഷിക്കേണ്ടതിനു പകരം പൊടിച്ചു നീക്കി കൊടുത്തു. എന്നിട്ടതിന് വലിയ തത്വം പറഞ്ഞ് ന്യായീകരണമുണ്ടാക്കി. അമ്പുവിനും കുമാരനും കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തു. എല്ലാ കുറ്റപ്പെടുത്തലും ദിനകരൻ ക്ഷമയോടെ കേട്ടു. എന്തു വേണമെങ്കിലും പറ, പക്ഷേ ഇപ്പോൾ നിങ്ങൾ പോലീസിന്റെ വായിലേക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല. ദിനകരൻ ബലമായി അവനെ പിടിച്ചു നിർത്തി. വഴിന്ന് മാറുദിന, പൊന്മണി അലറി. ദിനകരനെയും മാർക്കോസിനെയും തള്ളി മാറ്റിക്കൊണ്ട് അവർ മുറ്റത്തേക്കിറങ്ങി. കാച്ചി മൂർച്ച കൂട്ടിയ വെട്ടുകത്തിയുമായി പൊന്മണിയുടെ കൂടെ പോകാൻ നിൽക്കുന്ന ശൈലജയെ ദിനകരൻ പിടിച്ചു നിർത്തി. നീയും ഈ ചോരക്കളിയുടെ ഭാഗ? അമ്പുവിനോട് മാത്രമല്ല ദിനകരനോടും ബലം പ്രയോഗിച്ചാലേ തമ്പുരാനെ രക്ഷിക്കാൻ പറ്റൂന്ന് വരണത് ഇത്തിരി കഷ്ടം, ശൈലജ പറഞ്ഞു. തമ്പുരാനെ രക്ഷിക്കാൻ നിങ്ങളാരാ? ദിനകരൻ ചോദിച്ചു. ഞങ്ങൾ ആരുമല്ല,
തമ്പുരാനെ വിട്ടുകൊടുക്കാൻ നീ ആരാ? കുമാരന്റെ ഏജന്റോ? പൊന്മണി ചോദിച്ചു. വെള്ളച്ചാലിൽ കെട്ടിയിട്ടിരുന്ന വഞ്ചികളിലേക്ക് ആയുധങ്ങൾ വാരിക്കൂട്ടിയിട്ട് അവർ ശരവേഗത്തിൽ തുഴഞ്ഞുപോയി. പൊന്മണിയുടെ കുറ്റപ്പെടുത്തൽ ദിനകരന്റെ മനസ്സിൽ ആഴത്തിൽ മുറിവുണ്ടാക്കി. എത്ര ഭയങ്കരമായി താൻ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നവൻ അറിഞ്ഞു. നമുക്ക് പോയി നോക്കാം മാർക്കോസ്, ഇത് വെറും പിള്ളേര് കളിയല്ല, ദിനകരൻ പറഞ്ഞു. എന്നാൽ വെള്ളത്തിൽ വെച്ച് തന്നെ പൊന്മണിയുടെ വഞ്ചി പോലീസ് വളഞ്ഞു. അവർ ലാത്തി വീശി. പൊന്മണിയുടെ വഞ്ചി ചെരിയുന്നതും അവർ വെള്ളത്തിലേക്ക് ചാടുന്നതും ദിനകരനും മാർക്കോസും കണ്ടു. പോലീസിനാരെയും പിടികൂടാനായില്ല.